ബ്ലാക്ക്ബെറി വളരെ രുചിയുള്ള ഒരു പഴമാണ്. ഇത് ഒരു വിദേശിയാണ്. ഇപ്പോൾ കേരളത്തിലും നമുക്ക് ഇത് മേടിക്കാനൊക്കെ കിട്ടും. ഈ പഴം ഏറ്റവും കൂടുതലായിട്ട് ഉണ്ടാകുന്നത് തണുപ്പ് രാജ്യങ്ങളിലാണ്. കേരളത്തിലും ഈ സസ്യം പരീക്ഷണാടിസ്ഥാനത്തിൽ ചിലരൊക്കെ കൃഷി ചെയ്ത് നോക്കുന്നുണ്ട്. ഭാരതത്തിൻ്റെ വടക്കൻ മലയോര പ്രദേശങ്ങളിലും താഴ്വരകളിലും തണുപ്പുള്ള പ്രദേശങ്ങളിൽ ഇത് കൃഷി ചെയ്യുന്നുണ്ട്. അർബുദത്തെ ചെറുക്കാനുള്ള ഒരു പ്രത്യേക കഴിവ് ഈ പഴവർഗ്ഗ സസ്യത്തിനുണ്ട്. അതുപോലെ തന്നെ ബ്ലോക്ക്, ഹൃദയാഘാതം എന്നിവ കുറയ്ക്കാനും ഈ പഴത്തിന് കഴിവുണ്ട്. അപ്പോൾ ഈ ബ്ലാക്ക്ബെറിയെ പറ്റിയുള്ള കൂടുതൽ വിശേഷണങ്ങളിലേക്ക് നമുക്ക് പോകാം. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ വളരെ വിശേഷപ്പെട്ട ഒരു ഫലത്തെപ്പറ്റിയാണ് പറയുന്നത്. ബ്ലാക്ക്ബെറി നല്ല രുചിയുള്ള, കാണാൻ ഭംഗിയുള്ള, ധാരാളം പോഷകഘടകങ്ങളും ഔഷധ പ്രാധാന്യവുമുള്ള ഒരു ഫലവർഗ സസ്യമാണ് ഈ ബ്ലാക്ക്ബെറി. ധാരാളം ഔഷധ ഗുണങ്ങൾ ഈ പഴത്തിനുണ്ട്. അർബുദത്തെ നിയന്ത്രിച്ചു നിർത്താൻ ഫലപ്രദമായ ഒരു പഴവർഗ്ഗമാണ് ഈ ബ്ലാക്ക്ബെറി. അതുപോലെ തന്നെ ഇത് ഹൃദയത്തിൻ്റെ ആരോഗ്യത്തെ സംരക്ഷിക്കുന്നു. രക്തക്കുഴൽ അടയൽ, ബ്ലോക്ക്, രക്തം കട്ടപിടിക്കൽ, ഹൃദയാഘാതം എന്നിവയൊക്കെ തടയാനായിട്ടുള്ള ഘടകം ഈ പഴത്തിനകത്തുണ്ട്. ചുവപ്പ്, കറുപ്പ്, നീല, പർപ്പിൾ തുടങ്ങിയ കളറുകളിൽ ഉള്ള ഭക്ഷ്യയോഗ്യമായ പഴങ്ങൾക്ക് പേരുകേട്ട റോസ്, അതായത് റോസസി കുടുംബത്തിൽപ്പെട്ട ഒരു സസ്യമാണ് ഈ ബ്ലാക്ക്ബെറി. ഇതിൽ റൂബസ് ജനസിൽപ്പെട്ട ഈ ബ്ലാക്ക്ബെറി മുൾപ്പടർപ്പിന് തുല്യമായ ഒരു സസ്യത്തിൽ കായ്ക്കുന്ന രുചിയേറിയതും പോഷകങ്ങൾ നിറഞ്ഞതുമായ ഒരു ഫലവർഗ സസ്യമാണ്. ഈ സസ്യത്തെ ഹിന്ദിയിൽ ജാമുൻ എന്ന് അറിയപ്പെടുന്നു. ഇത് കൂടുതലായി കാണപ്പെടുന്നത് ഭൂമധ്യരേഖയുടെ വടക്കു ഭാഗത്തുള്ള മിത ശീതോഷ്ണ പ്രദേശങ്ങളിലാണ്. അമേരിക്ക, UK, യൂറോപ്പ്, മെക്സിക്കോ തുടങ്ങിയ രാജ്യങ്ങൾ ഈ ഫലത്തിന് കേൾവികേട്ടതാണ്. ബ്ലാക്ക്ബെറികളുടെ കൂട്ടത്തിൽ കാട്ട് ബ്ലാക്ക്ബെറികളുമുണ്ട്. ഇതും ഭക്ഷ്യയോഗ്യമാണ്. വടക്കേ അമേരിക്കയുടെ കിഴക്കൻ മേഖലകളിലും പസഫിക് തീരത്തും കാട്ട് ബ്ലാക്ക്ബെറികൾ ധാരാളമായി കാണുന്നു. ഈ കാട്ട് ബ്ലാക്ക്ബെറികൾ കാട്ടുപ്രദേശങ്ങളിലും വേലിക്കെട്ടുകളിലുമൊക്കെ പടർന്ന് വളർന്ന് കായ്ച്ചു നിൽക്കുന്നത് കാണാം. വളരെ സ്വാദിഷ്ടമായ ഈ ബ്ലാക്ക്ബെറികൾ UK-യിൽ വേനൽക്കാലത്തിൻ്റെ അവസാനം മുതൽ ഒക്ടോബർ വരെ വളരെ സുലഭമായി കാണപ്പെടുന്നു. ഇതിൻ്റെ സീസൺ സമയങ്ങളിൽ യൂറോപ്പിലെയും UK-യിലെയും സൂപ്പർ മാർക്കറ്റുകളിലും ഗ്രോസറികളിലും ഫ്രൂട്ട്സ് മാളുകളിലുമൊക്കെ ഈ പഴവർഗ്ഗം വളരെ സുലഭമായി കാണപ്പെടുന്നു. ബേക്ക് ചെയ്ത പല ആഹാര പദാർത്ഥങ്ങളിലും രുചിയും ഭംഗിയും കൂട്ടാൻ യൂറോപ്യന്മാരും അമേരിക്കക്കാരും ഇത് ഭക്ഷണത്തിൽ ചേർത്ത് ഉപയോഗിച്ചിരുന്നു. ഏതൊരു ഭക്ഷണത്തിനും രുചികരമായ ഒരു കൂട്ടിച്ചേർക്കൽ കൂടിയാണ് ഈ ബ്ലാക്ക്ബെറി. തള്ളവിരലോളം വലിപ്പമുള്ളതും മധുരമുള്ളതുമായ ഈ സരസഫലങ്ങൾ രുചികരവും പോഷകപ്രദവുമാണ്. ബ്ലാക്ക്ബെറിയുടെ ജന്മദേശം യൂറോപ്പാണ്. ഈ സസ്യത്തിൻ്റെ ആവിർഭാവത്തെപ്പറ്റി വ്യക്തമായ ചരിത്രരേഖകളോ ഒന്നുമില്ല. എങ്കിലും ചരിത്രാതീത കാലം മുതൽ തന്നെ ഈ സസ്യം യൂറോപ്പിലുണ്ടായിരുന്നു. അവിടുത്തെ ജനങ്ങൾ ഇത് ഉപയോഗിച്ചിരുന്നതായിട്ട് തെളിവുകളുണ്ട്. അതായത് 2500 വർഷങ്ങൾക്ക് മുമ്പ് മരിച്ച ഡാനിഷ് സ്ത്രീയുടെ വയറ്റിൽ മറ്റ് ആഹാര സാധനങ്ങളോടൊപ്പം ബ്ലാക്ക്ബെറിയുടെ അവശിഷ്ടങ്ങളും കണ്ടെത്തി. ഇത് ഞാൻ പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ സ്വാഭാവികമായിട്ട് ചില സംശയങ്ങളുണ്ടാകാം. അതുകൊണ്ട് ആ ഒരു വിഷയം കൂടി വിസ്തരിച്ച് പറയാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. അതായത് 1835 യൂറോപ്പിലെ ഹറാസ്കെയർ എസ്റ്റേറ്റിൽ തൊഴിലാളികൾ കുഴിയെടുക്കുമ്പോൾ അവിടുത്തെ ചതുപ്പിൽ നിന്നും ഒരു സ്ത്രീയുടെ മൃതദേഹം കിട്ടി. ആ ചതുപ്പിലെ വായുരഹിതമായ അന്തരീക്ഷവും ആ ചെളിയിലുണ്ടായ അസാധാരണമായ ആസിഡിൻ്റെ സാമീപ്യവും മൃതശരീരത്തിന് യാതൊരു കേടും കൂടാതെ സംരക്ഷണം നൽകിയിരുന്നു. അസ്ഥികൂടം മാത്രമല്ല,
ആ ശരീരത്തിലെ ചർമ്മവും ആന്തരിക അവയവങ്ങളും ഒന്നും ഒരു കേടും കൂടാതെ സംരക്ഷിക്കപ്പെട്ടിരുന്നു. എന്നാൽ ഈ ബോഡിയെ 1977 റേഡിയോ കാർബൺ ഡേറ്റിങ്ങിന് വിധേയമാക്കി പരിശോധന നടത്തുമ്പോൾ, അതായത് BC 5-ാം നൂറ്റാണ്ടിൽ 2500 വർഷങ്ങൾക്ക് മുമ്പ് മരിച്ച ഡാനിഷ് സ്ത്രീയുടെ ശരീരമാണെന്ന് കണ്ടെത്തി. മൃതദേഹത്തിൽ നടത്തിയ കൂടുതൽ പരിശോധനയിൽ മറ്റ് ഭക്ഷണപദാർത്ഥങ്ങളോടൊപ്പം തന്നെ അവരുടെ വയറ്റിൽ ബ്ലാക്ക്ബെറിയുടെ അംശങ്ങളും കണ്ടെത്തിയിരുന്നു. ചുരുക്കത്തിൽ ഈ ബ്ലാക്ക്ബെറി എന്നാണ് രംഗപ്രവേശനം ചെയ്തതെന്ന് ചരിത്രാതീതമായി തെളിയിക്കാൻ ആർക്കും കഴിഞ്ഞിട്ടില്ല. 1696 ആഹാര സാധനങ്ങളിൽ രുചി കൂട്ടാനും വൈനും കോഡിനുകളുമൊക്കെ ഉണ്ടാക്കാൻ ഈ ബ്ലാക്ക്ബെറികൾ ഉപയോഗിച്ചിരുന്നതായിട്ട് കണ്ടെത്തിയിട്ടുണ്ട്. പാചകലോകത്ത് വൈൻ, ഷെർലിങ്, ജാം എന്നിവയൊക്കെ ഉണ്ടാക്കുവാൻ മറ്റ് പഴങ്ങൾക്കൊപ്പം ബ്ലാക്ക്ബെറിയും ഉപയോഗിച്ചിരുന്നു. ഇതിൻ്റെ ഇലകളും തണ്ടുകളും പഴങ്ങളും തുണിക്കും മുടിക്കും ചായം പൂശുവാനായിട്ട് ഇവിടങ്ങളിലെ പഴമക്കാർ ഉപയോഗിച്ചിരുന്നതായിട്ട് ചരിത്രം പറയുന്നു. തദ്ദേശീയരായ അമേരിക്കക്കാർ ഇതിൻ്റെ തണ്ട് കയറുണ്ടാക്കാനായിട്ട് ഉപയോഗിച്ചിരുന്നു എന്ന് പറയുന്നു. ഗ്രീക്കുകാരും ആദിവാസികളായ അമേരിക്കക്കാരും പരമ്പരാഗതമായ വൈദ്യത്തിനായി ഈ ഫലസസ്യത്തെ ആശ്രയിച്ചിരുന്നു. ഇനി ഇതിൻ്റെ കൃഷിരീതിയെപ്പറ്റി പറയുകയാണെങ്കിൽ, വലിയ കൃഷിച്ചെലവൊന്നുമില്ലാതെ വളർത്തി വിളവെടുക്കാവുന്ന ഒരു പഴവർഗ്ഗമാണ് ഈ ബ്ലാക്ക്ബെറി. നല്ല തണുപ്പുള്ളതും ഉയർന്ന പ്രദേശങ്ങളുമാണ് ബ്ലാക്ക്ബെറിക്ക് നല്ല വിളവ് ലഭിക്കാനായിട്ട് അനുകൂലമായിട്ടുള്ള കാലാവസ്ഥ. വടക്കേ അമേരിക്കയിലെയും യൂറോപ്പിലെയും പല പ്രദേശങ്ങളും ഇത് വ്യാവസായിക അടിസ്ഥാനത്തിൽ കൃഷി ചെയ്തു വരുന്നു. ഒറ്റ നോട്ടത്തിൽ സ്ട്രോബെറിയോടും ബ്ലൂബെറിയോടും സാമീപ്യം ഈ സസ്യത്തിന് തോന്നാം. എങ്കിലും ഒറ്റ സീസൺ കൊണ്ട് തന്നെ ഉൽപ്പാദനം തീരുന്ന സ്ട്രോബെറിയിൽ നിന്നും വ്യത്യസ്തമായി 10 വർഷത്തോളം ബ്ലാക്ക്ബെറി സസ്യം സമൃദ്ധമായിട്ട് ഫലം നൽകാനായിട്ട് സഹായിക്കുന്നു. യുണൈറ്റഡ് സ്റ്റേറ്റിലുള്ള കർഷകർ ഇത് വർഷം മുഴുവൻ വളർത്തി വിളവെടുക്കുന്നു. ഇന്ത്യയിൽ ഈ സസ്യത്തെ ജാമുൻ എന്ന് പറയുന്നു. വടക്കേ ഇന്ത്യയിലെ തണുപ്പ് കൂടിയ മലയോര പ്രദേശങ്ങളിലും അവയുടെ താഴ്വരകളിലും ഇത് കൃഷി ചെയ്തു വരുന്നു. ഇവിടെ ഈ സസ്യവും ഇതിൻ്റെ ഫലങ്ങളും ലഭ്യമാണ്. കേരളത്തിലും ചിലരൊക്കെ പരീക്ഷണാടിസ്ഥാനത്തിൽ വീടുകളിൽ ഇത് കൃഷി ചെയ്ത് വളർത്തിയിട്ടുണ്ട്. ഇതിൻ്റെ പഴങ്ങളും ഇതിൻ്റെ സസ്യങ്ങളുമൊക്കെ നമുക്ക് ഓൺലൈനിൽ മേടിക്കാൻ സാധിക്കും. ആമസോൺ വഴിയൊക്കെ നമ്മളിത് ഓർഡർ ചെയ്യുമ്പോൾ പേയ്മെൻറ്റ് ഓൺ ഡെലിവറി എന്നൊന്നും ചെയ്യാതെ ഓർഡർ ചെയ്യുമ്പോൾ തന്നെ ഇതിൻ്റെ പേയ്മെൻറ്റ് ചെയ്യുക. കാരണം വേര് ചീഞ്ഞതും വാടിയതുമായിട്ടുള്ള സസ്യങ്ങൾ അയച്ചു കിട്ടുമ്പോൾ ഉടനെ തിരിച്ചയക്കാനും പേയ്മെൻറ്റ് റിട്ടേൺ ചെയ്യാനുമൊക്കെ സാധിക്കും. ഈ സസ്യത്തിൽ ധാരാളം മുള്ളുകൾ ഉണ്ടെന്നുള്ളത് ഇതിൻ്റെ ഒരു പ്രത്യേകതയാണ്. ഇത് നടുമ്പോൾ വാരം കോരി നടണം. അടിവളമായിട്ട് ചാണകവും ചേർക്കാം. ഈ സസ്യത്തിന് വേണ്ട താങ്ങുകൾ നൽകി 3-4 അടി ഉയരത്തിൽ ഇത് വളർത്താം. 3 മാസങ്ങൾ കൊണ്ട് ഇത് പൂവിട്ട് തുടങ്ങും. ഇതിൻ്റെ കായ്കൾ തുടക്കത്തിൽ പച്ച നിറവും പിന്നീട് ചുവപ്പും പാകമാകുമ്പോൾ കറുപ്പ് നിറത്തിലുമാകുന്നു. 1 വർഷത്തിനുള്ളിൽ തന്നെ പല വട്ടമായിട്ട് ഇത് പൂക്കാൻ തുടങ്ങും. ഒന്നിടവിട്ട് 30 മുതൽ 40 വരെ പഴങ്ങൾ ഒരു ചെടിയിൽ നിന്ന് ലഭിക്കും. ഈ രീതിയിൽ 100 ദിവസം വരെ ഫലമെടുക്കാം. അങ്ങനെ ഏതാണ്ട് 1 വർഷം കഴിയുമ്പോൾ പൂവിടലും കായ്കളുമൊക്കെ കുറയും. പിന്നീട് ഈ സസ്യം ഉണങ്ങാൻ തുടങ്ങും. ആ സമയങ്ങളിൽ ഈ സസ്യത്തിൻ്റെ അടിഭാഗം ചേർത്ത് മുറിച്ച് വീണ്ടും വളപ്രയോഗം ചെയ്യുമ്പോൾ ചുവട്ടിൽ നിന്നും പുതിയ തളിരുകൾ പൊട്ടിക്കിളിക്കും. മാത്രമല്ല ഇതിൻ്റെ വേരുകൾ സഞ്ചരിച്ചിടത്തെല്ലാം തന്നെ വേറെ ചെറിയ തൈകളും മുളച്ചു വരും. അങ്ങനെ വലിയ ചിലവില്ലാതെ തന്നെ വർഷങ്ങളോളം ഈ സസ്യത്തിൽ നിന്ന് ആദായമെടുക്കാനായിട്ട് സാധിക്കും. ഇന്ന് ഇതിൻ്റെ അത്യുൽപാദന ശേഷിയുള്ള ഹൈബ്രിഡ് ഇനങ്ങളും അതേപോലെ തന്നെ മുള്ളില്ലാത്തതുമായിട്ടുള്ള ഇനങ്ങൾ വികസിപ്പിച്ചെടുത്തിട്ടുണ്ട്. ബ്ലാക്ക്ബെറിയുടെ ഹൈബ്രിഡ് ഉൽപ്പന്നങ്ങളും അതിൻ്റെ ഗവേഷണങ്ങളും അമേരിക്കയിലാണ് നടന്നിട്ടുള്ളത്. കാലിഫോർണിയയിലെ സാന്താക്രൂസിൽ 1880 ഒരു അമേരിക്കൻ ന്യായാധിപനും ഹാർട്ടിക്കൾച്ചറുമായ ജെയിംസ് ഹോർവിലോൺ എന്ന വ്യക്തി ലോൺബെറി എന്ന ഒരു ഹൈബ്രിഡ് റാസ്ബെറി വികസിപ്പിച്ചെടുത്തു.
1921 ആദ്യത്തെ മുള്ളില്ലാത്ത ഇനങ്ങളിലൊന്ന് വികസിപ്പിച്ചെടുത്തെങ്കിലും മറ്റു ഫലങ്ങളുടെ അത്രത്തോളം സ്വാദ് ഇതിന് ലഭിച്ചിരുന്നില്ല. എന്നാൽ 1990 മുതൽ 21ാം നൂറ്റാണ്ടിൻ്റെ ആരംഭം വരെ US ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് അഗ്രികൾച്ചർ വികസിപ്പിച്ചെടുത്ത മുള്ളില്ലാത്ത ഒരിനം ബ്ലാക്ക്ബെറി കാര്യക്ഷമമായ വിളവ് നൽകുകയും നല്ല രുചിയുള്ളതാണെന്ന് കണ്ടെത്തുകയും ചെയ്തു. ഈ അത്യുൽപാദന ശേഷിയുള്ള ബ്ലാക്ക്ബെറിയെ കറുത്ത മുത്ത്, നൈറ്റ് ഫാൾ, മാരിയോൺ ബെറി എന്നൊക്കെ പേരിൽ അറിയപ്പെടുന്നു. അങ്ങനെ ഇന്ന് കാണുന്ന അത്യുൽപാദന ശേഷിയുള്ളതും രുചിയുള്ളതുമായ ബ്ലാക്ക്ബെറിയെ ലോകത്തിന് സമ്മാനിച്ചത് അമേരിക്കയുടെ ശ്രമഫലമാണ് എന്ന് വേണം പറയാൻ. ഇന്ന് ലോകത്തിൽ ഏറ്റവും കൂടുതൽ ബ്ലാക്ക്ബെറി ഫലം ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം മെക്സിക്കോയാണ്. അപ്പോൾ ഈ സസ്യത്തിൻ്റെ പോഷക പ്രാധാന്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇത് പോഷകങ്ങളുടെ ഒരു കലവറയാണ് എന്ന് വേണം പറയാൻ. വിറ്റാമിൻ A, B, C, K കൂടാതെ ധാതു ലവണങ്ങളായ മഗ്നീഷ്യം, പൊട്ടാസ്യം, കോപ്പർ, ഇരുമ്പ്, ആൻറ്റി ഓക്സൈഡുകൾ, അന്തോസിയാനുകൾ എന്നിവ ഇതിനകത്ത് അടങ്ങിയിരിക്കുന്നു. ഫലവർഗ്ഗങ്ങളിൽ ഏറ്റവും കൂടുതൽ അന്തോസിയാനുകൾ അടങ്ങിയിട്ടുള്ള ഒരു സസ്യമാണ് ഈ ബ്ലാക്ക്ബെറി. അപ്പോൾ ഇനിയും ഈ സസ്യത്തിൻ്റെ ആരോഗ്യ ഗുണങ്ങൾ കൂടി എന്തൊക്കെയാണെന്ന് നോക്കാം. ക്യാൻസറിനെ തോൽപ്പിക്കുന്ന ഫലപ്രദമായ ഒരു ഔഷധ സസ്യമാണ് ഈ ബ്ലാക്ക്ബെറി. ഇതിലെ ആൻറ്റി ഓക്സിഡൻറ്റിൻ്റെ സാന്നിധ്യം ക്യാൻസർ പോലുള്ള മാരക രോഗങ്ങളെ ചെറുത്ത് തോൽപ്പിക്കാനായിട്ട് സഹായിക്കുന്നു. മാത്രമല്ല ഇതിനകത്ത് അന്തോസയാനിൻ എന്ന വർണ്ണവസ്തു അടങ്ങിയിരിക്കുന്നു. ഈ അന്തോസയാനാണ് ഈ സസ്യത്തിന് ചുവപ്പ്, കറുപ്പ്, പർപ്പിൾ വർണ്ണം തുടങ്ങിയ കളറുകൾ നൽകുന്നത്. ഈ അന്തോസയാനുകൾ അർബുദ കോശങ്ങളിലെ സിർട്ടുവാൽ-6 എന്ന എൻസൈമിൻ്റെ പ്രവർത്തനത്തെ വർദ്ധിപ്പിക്കുന്നു. ഇത്തരം എൻസൈമുകളെ നിയന്ത്രിക്കുക വഴി അർബുദ ചികിത്സയിൽ വലിയ മാറ്റങ്ങൾ വരുത്താൻ കഴിയുമെന്നാണ് കിഴക്കൻ ഫിൻലാൻഡ് സർവകലാശാലയിലെ ഗവേഷകർ തെളിയിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ഹൃദയത്തിൻ്റെ ആരോഗ്യത്തിനും ഈ ഫലം മെച്ചപ്പെട്ടതാണ്. ഇത് ശരീരത്തിലെ രക്തഓട്ടത്തെ ശക്തിപ്പെടുത്തുന്നു. രക്തം കട്ട പിടിക്കുന്നത്, ബ്ലോക്ക്, അതുമൂലമുണ്ടാകുന്ന ഹൃദയാഘാതം ഒക്കെ തടയാനായിട്ടുള്ള പര്യാപ്തമായ ഘടകങ്ങൾ ഈ ബ്ലാക്ക്ബെറിയിലുണ്ട് എന്ന് പഠനങ്ങൾ പറയുന്നു. ഇതിൽ അടങ്ങിയിരിക്കുന്ന വിറ്റാമിൻ A, C, E, K എന്നിവ ത്വക്കിൻ്റെ യുവത്വം നിലനിർത്തുന്നതോടൊപ്പം കണ്ണിൻ്റെ ആരോഗ്യം, ഓർമ്മശക്തി എന്നിവയും പരിപാലിക്കുന്നു. ഈ ബ്ലാക്ക്ബെറി പഴങ്ങളെല്ലാം തന്നെ അതോടൊപ്പം സ്ട്രോബെറി, ബ്ലൂബെറി ഇതെല്ലാം തന്നെ ശരീരത്തിൻ്റെ ദഹനത്തെ മെച്ചപ്പെടുത്തുകയും ശരീരത്തിൻ്റെ ഭാരം കുറയ്ക്കുകയും ചെയ്യും. ഇതിൻ്റെ ഉണങ്ങിയ ഫലങ്ങൾ നമുക്ക് മാർക്കറ്റിൽ നിന്ന് മേടിക്കാൻ കിട്ടും. അപ്പോൾ ഇത്രയുമാണ് എനിക്ക് ഈ ബ്ലാക്ക്ബെറിയെ പറ്റി പറയാനുള്ളത്. ഇനി മറ്റൊരു ഔഷധ സസ്യമായി കടന്നു വരും വരെ നിങ്ങൾക്ക് എല്ലാവർക്കും ഗുഡ് ബൈ.